2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച് തന്ന ചില വചന വെളിപ്പാടുകൾ നിങ്ങളുമായി പങ്കിടുവാൻ ദൈവം തന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശനം നൽകിയ ചില വചന വെളിപ്പാടുകളാണ്. ഈ വചന വെളിപ്പാടുകൾ എനിക്ക് ലഭിക്കുന്നത് 2002 എനിക്കുണ്ടായ സ്വപ്നത്തിന് മുമ്പ്, ഏകദേശം 1.5 മാസം മുമ്പാണ് ഈ അനുഭവം എനിക്ക് ലഭിക്കുന്നത്. അന്നൊരു ആരാധന ദിവസമായിരുന്നു, ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോയത് എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രാർത്ഥനാ ഹാളിലേക്കാണ്. അന്ന് അവിടെ വചനം പ്രസംഗിച്ചത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നായിരുന്നു ശുശ്രൂഷകൻ വചനം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ആ പ്രവാചക ശിഷ്യൻ ഉപയോഗിച്ച കോടാലി, മരം മുറിപ്പാൻ ഉപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറവായിരുന്നു. അങ്ങനെ മൂർച്ച കുറവായതുകൊണ്ട് അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വന്നതുകൊണ്ട് അവൻ്റെ കോടാലി ഒരു നദിയിൽ പോയി എന്നായിരുന്നു അവിടെ പ്രസംഗിച്ചത്. കോടാലിയെ കൃപാപരമായിട്ട് ബന്ധിപ്പിച്ച് ഒരു വ്യാഖ്യാന ശൈലിയുണ്ടല്ലോ, ആ വ്യാഖ്യാനമായിരുന്നു അന്ന് അദ്ദേഹം അവിടെ ചെയ്തത്. എന്നാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചോദ്യം ഉണ്ടായി. കോടാലി എന്ന് പറയുന്നത് വായ്പ വാങ്ങിയ കോടാലിയാണ്. അവിടെ പറയുന്നത് വായ്പ വാങ്ങിയ കോടാലി ഉപയോഗിച്ച് മരം മുറിച്ചു എന്നാണ് പറയുന്നത്. കൃപാവരം ഒന്നും ദൈവത്തിൽ നിന്നുള്ള വായ്പയല്ലല്ലോ, കൃപാവരം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വായ്പയായി വാങ്ങിയ കോടാലിയെയും ദൈവത്തിൻ്റെ ദാനമായ കൃപാവരവും തമ്മിൽ എങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നു? എങ്ങനെ ഇതിനെ താരതമ്യം ചെയ്ത് വ്യാഖ്യാനിക്കാൻ കഴിയും? അത് ശരിയല്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. തുടർന്ന് വന്ന പല ആശയങ്ങളും ദൈവവചനത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ആ പ്രസംഗം പിന്നെ ശ്രദ്ധിക്കാൻ തോന്നിയില്ല. അപ്പോൾ തന്നെ ഈ 7 വാക്യങ്ങൾ ഞാൻ മനഃപ്പാഠമാക്കി. തുടർന്ന് വന്ന ഏകദേശം 2.5 ആഴ്ചയോളം ഈ വചനം എൻ്റെ മനസ്സിലെപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടേക്കുള്ള യാത്രാമധ്യേ ഈ വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ആഹാരം കഴിക്കുന്ന സമയത്തും ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും അങ്ങനെ ഏത് സമയത്തും ഈ 7 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവ് പോലെ ഈ 7 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഞാനതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വലത് ചെവിക്കരികിൽ ആരോ ഒരാളിനോട് സംസാരിക്കുന്ന പോലെ വളരെ വ്യക്തമായിട്ട് ഞാൻ കേൾക്കുകയാണ്: കോടാലി ഒരു നദിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നദി അടുത്താണോ അകലെയാണോ? വളരെ വ്യക്തമായി, അതൊരു തോന്നലായിരുന്നില്ല, മനസ്സിൻ്റെ മതിഭ്രമമായിരുന്നില്ല, മറിച്ച് ആരോ സംസാരിക്കുന്ന പോലെ വളരെ വ്യക്തമായിട്ട് ഞാൻ കേൾക്കുക. കോടാലി ഒരു നദിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നദി അടുത്താണോ അകലെയാണോ? ഈ ശബ്ദം കേട്ടതും ഈ ചോദ്യം കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റ്, നദി അടുത്താന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് തിരുവെടുത്തെടുത്ത് ആ ഭാഗം വായിക്കാൻ തുടങ്ങി. 7 വാക്യങ്ങൾക്കും 7 വിധ ആശയങ്ങൾ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരികയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുമ്പോൾ അതൊരു അനുഗ്രഹമായി മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഈ തലമുറയിൽ ഒരാത്മീയ മുന്നേറ്റം, ഒരാത്മീയ നവോത്ഥാനം ഈ തലമുറയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ആ പാർപ്പിടത്തിൻ്റെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞ് ഒരു മുന്നേറ്റം അവരാഗ്രഹിച്ചതുപോലെ ഈ തലമുറയിൽ അനേക ദൈവമക്കൾ, അനേക സഭകൾ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞ് ഒരു ദൈവിക മുന്നേറ്റത്തിലൂടെ ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും വരുന്നവരെ ദൈവം തൻ്റെ ആത്മാവിനാൽ ബലപ്പെടുത്തുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പായി ഒരാത്മീയ നവോത്ഥാനം ദൈവസഭകളിൽ ഉണ്ടാവും. നിത്യജനം നിയമിക്കപ്പെട്ട സകലരെയും യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരാത്മീയ മുന്നേറ്റം അത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ദൈവിക മുന്നേറ്റം നമ്മുടെ രാജ്യത്തുണ്ടാകുവാനും ലോകരാജ്യങ്ങളെല്ലാം അത് പടർന്നു പിടിക്കുവാൻ തൊക്കോണം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവം എനിക്ക് തന്ന സന്ദേശം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ അത് ശ്രദ്ധിക്കണമേ.